ഹേ ഗായ്സ്, നമസ്കാരമുണ്ടേ ഗൈസ്. അപ്പം ഇന്ന് നമുക്കൊരു സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. അപ്പം സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രീം ക്യാച്ചറായിട്ടുള്ള അവസാനത്തെ ട്രിപ്പാണിത്. നമ്മുടെ ഡ്രീം ക്യാച്ചർ നമ്മൾ ആംബുലൻസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ടോർക്കുള്ള വണ്ടിയായതുകൊണ്ട് ഇനിയിപ്പം അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഡ്രീം ക്യാച്ചർ ആംബുലൻസായിട്ടായിരിക്കും സർവീസൊക്കെ ചെയ്യാൻ പോണേ. അപ്പം ഡ്രീം ക്യാച്ചറിൻ്റെ അവസാനത്തെ ട്രിപ്പാണ്. ശശിയണ്ണൻ്റെ മലയോരത്തുള്ള ഗ്യാരേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അവസാനമായിട്ട് ഡ്രീം ക്യാച്ചറിൻ്റെ ഫുൾ ലുക്ക് വൈസ് ഒന്ന് നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ പയ്യൻ. ഇപ്പം നമ്മുടെ ഡി ജെയും ലൈറ്റ് വർക്കും ഒക്കെ നമ്മൾ എടുത്ത് കളയാൻ പോവാണ്. കുറേ നമ്മുടെ ബസ് അസോസിയേഷനിലെ കുറേ മെമ്പേഴ്സ് നമ്മളോട് പറഞ്ഞു, ഇത്രയും ടോർക്കുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് ആംബുലൻസായിട്ട് കൺവേർട്ട് ചെയ്ത് എല്ലാവർക്കും ഉപകാരമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പം ഈ ഭാഗത്ത് നമ്മൾ ശശിയണ്ണൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഗ്യാരേജ് ഉണ്ട്. അപ്പം വണ്ടിയുടെ നമ്മൾ ഈ ചെറുക്കൻ്റെ ബോഡി വർക്ക് അയച്ച് ആംബുലൻസിൻ്റെ ബോഡിയൊക്കെ കയറ്റാൻ പോവാണെന്ന്. ശശിയണ്ണൻ്റെ ഗ്യാരേജിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ അടുത്ത് ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ചുരമുള്ള റോഡൊക്കെയാണ് ഗൈസ്. ചുരമൊക്കെ എത്തണം, കുറച്ചൊന്നും എത്തണം, എന്നാലും അത്യാവശ്യം ഡേഞ്ചറൊക്കെയാണ്. നല്ല വളമൊക്കെയുള്ള റോഡുകളാണ്. അതുപോലെ ഇന്ന് കുറച്ച് ട്രാഫിക്കും ഉണ്ട് ഗൈസ്. അപ്പം കുറച്ച് ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കൊന്നും ഇതിനകത്ത് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വരും ഗൈസ്. എന്തായാലും എനിക്ക് നല്ല വിഷമമുണ്ട് ഈ വണ്ടി മാറ്റുന്നത്. പിന്നെ ഒരു ഉപകാരം സോഷ്യൽ സർവീസ് ആകുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇത് മാറ്റാൻ വേണ്ടി നിൽക്കുന്നത് ഗൈസ്. അപ്പം നമ്മുടെ ചാനൽ നമ്മൾ 6K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയിട്ടുണ്ട്. ഉടനെ നമ്മളിപ്പോൾ 6.5K ഒക്കെ ആയി. അപ്പോൾ റോഡ് ടു 7K ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതായിരുന്നു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 7K ആണ്. അപ്പം നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സൊക്കെ ഒന്ന് പൊട്ടിയേക്കാം. നിങ്ങളെ സ്പീഡോമീറ്റർ ശ്രദ്ധിച്ച് നോക്കിയോ ഗൈസ്. ഈ ജാതി കയറ്റ ഈ റോഡിൽ കൂടി ഈ വണ്ടി അല്ലാണ്ട് വേറെ ഏത് വണ്ടി കയറും. ഡിഫൻഡർ എടുത്തിട്ട് പോലും ഡിഫൻഡർ ഇതിൻ്റെ പകുതി പോലും ടാർഗറ്റിൽ മീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അതൊക്കെ വെക്കുമ്പോൾ വിഷമം. നമ്മൾ പറഞ്ഞ സമയത്തിന് 1/2 മണിക്കൂർ മുന്നേ നമ്മൾ ട്രിപ്പ് ഡെസ്റ്റിനേഷൻ പിടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഡ്രീം ക്യാച്ചർ. അപ്പം ഇതിനെന്തായാലും മാറ്റും. ആംബുലൻസിൽ കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ വേറെ പുതിയ ട്രാവൽ ഉടനെ എടുക്കുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ട്രാവലറിന് ഏത് ട്രാവലർ വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ദിവസം നമ്മൾ ശശിയണ്ണൻ്റെ ഗ്യാരേജിലോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ വളവ് കാണാനാണ് പറയുന്നത്. ഏകദേശം നമ്മളിവിടെ എത്തി. ഇതിൻ്റെ അകത്താണ് ഗൈസ് ശശിയണ്ണൻ്റെ ഗ്യാരേജ്. അപ്പം നമ്മൾ കയറ്റാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ റിവേഴ്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറ്റി വെക്കാനും ശശിയാണ് അങ്ങോട്ട് നിലവിൽ പറഞ്ഞേക്കുന്നത്. ശശിയാണ് എന്തായാലും നാളെ ഇത് വന്നേച്ച് ഇത് ഫുള്ള് സെറ്റാക്കി തരുന്നൊക്കെ ശശിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ വണ്ടി കയറ്റി വെക്കാം. റിവേഴ്സ് എടുത്തിട്ട് മോനെ കിളിമോനെ നോക്കാം. അപ്പോഴേക്ക് ഇത് കുഴപ്പമില്ല, സെറ്റാണ്. ഒരു സൈഡിൽ കയറി നിൽക്കുകയാണല്ലോ. മെല്ലെ ഫ്രണ്ടിലോട്ട് പോയി വെച്ച് വീട്ടിലോട്ട് വന്നേക്കാം. ഇപ്പോൾ ഏകദേശം സെറ്റാണ്. മതി. അടിയിലെ ലൈറ്റൊക്കെ കണ്ടിട്ട് ഗൈസ്. ഇനി ലൈറ്റൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ യുഗം ഇവിടെ അവസാനിച്ച മുകളിലത്തെ സ്കെള്ളടക്കം എല്ലാം കൂടി എടുത്ത് കളയാൻ പോവാണ് ഗൈസ്. അപ്പം ഇന്നത്തെ അപ്പം നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമസ്കാരം ഉണ്ടേ.